അതങ്ങനെ വരാനുള്ള വഴി തങ്ങൂലെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞല്ല ജാത്യാലുള്ള തൂത്താ പോവില്ലല്ലോ. അന്ന് സംഭവം പഴഞ്ചൊല്ലു കൊള്ളാം, പക്ഷെ അവസരത്തിന് ഒത്തില്ല. അങ്ങനെ പറഞ്ഞതൊന്നും അവസരത്തിന് വെക്കണല്ല. മൊത്തത്തിൽ മുപ്പത് ശരിയാവും. പുള്ളിയുടെ മറ്റേ പുള്ളി ഇച്ചിരി എടുത്ത് പറഞ്ഞു ചവിട്ടി താത്തണ്ട്. ജലാക്ക പറഞ്ഞ് കറക്റ്റാ വന്നപ്പോ മുതൽ ചവിട്ടി താത്താണ് വിളിച്ചു വരുത്തിട്ട് ക്യാമറയുടെ മുമ്പിലായി. ശരിക്കില്ലേ നിങ്ങൾ ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോ ഇങ്ങനെ ആളുകളുടെ ഒരു സ്വീകരണം ഭയങ്കര കയ്യടി അതിന്റെ ഇടയിൽ തലയുണ്ടാവും ഞങ്ങളുടെ. അല്ലട്ടാ, കുറെ ആൾക്കാർ നമ്മളോട് വന്നിട്ട് ഇഷ്ടമാണ് നമ്മളെ വീഡിയോസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് ഭയങ്കര സന്തോഷമായി കേൾക്കുമ്പോ. പിന്നെ കുറെ ആൾക്കാർ പറയും കുറച്ച് നിമിഷത്തേക്ക് നിങ്ങളെ വീഡിയോ കാണുമ്പോൾ സങ്കടങ്ങളൊക്കെ മാറിപ്പോകുന്നുണ്ട് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര റാഹത്ത്. അത് ഇപ്പൊ ഈ റീസെന്റ് വന്നത് മറ്റേ തൃശ്ശൂർ പൂരം ഒരു പ്രോഗ്രാമുമായിട്ട്, അപ്പോഴാണ് നമുക്ക് കറക്റ്റ് അതിന്റെ ഇതറിയാൻ പറ്റിയത്. കാരണം ഇത്രയും നാള് വീഡിയോ ഒക്കെ ചെയ്തതിന്റെ ഒരു സുഖം കിട്ടിയത് അവിടെ പോയപ്പോഴും. നാട്ടിലായിരുന്നെങ്കിൽ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? എപ്പോഴും തോന്നലുണ്ട്. നാട്ടിൽ പോവാൻ ആഗ്രഹിക്കാത്ത ആരാള്? അല്ല, നാട്ടിലായിരുന്നെങ്കിൽ എന്താണ് ചോദിക്കുന്നത്? നമുക്ക് ദുബായിൽ കിട്ടുന്നേക്കാളും വീഡിയോസ് കുറെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഏറ്റവും കൂടുതൽ നമ്മുടെ മലപ്പുറം, തിരൂര്, കോഴിക്കോട് അവിടെയാണ് ഏറ്റവും കൂടുതൽ. കാരണം ഞാൻ മൊട്ടകാക്ക വന്നു കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ അവിടെ പെരയിലുണ്ട്, നമ്മളെ വീട്ടിലുണ്ടാവും. അപ്പൊ വന്നു കഴിഞ്ഞാൽ മൊട്ടകാക്കന്റെ വേഗം ബൈക്ക് എടുത്ത് പുറത്തേക്ക് ഇറങ്ങും. അരി എനിക്ക് കിട്ടൂല, അരി ഞാൻ നാട്ടുകാരനാണല്ലോ, മുറ്റത്തെ മുന്നിലേക്ക് വേണമല്ലോ. ഇവൻ അവിടെ വന്നു ഞാൻ നാട്ടിൽ കൂടെ വന്നു നാട്ടിലെ സ്വന്തക്കാരൊക്കെ ഇങ്ങനെ ഒരു ഹായ് പറഞ്ഞു പോകുന്നല്ലാണ്ട് ഇവൻ അവിടെ ഉണ്ടെങ്കിൽ ഇവന് വലിയ സ്വീകരണമായിരിക്കും. ഞാൻ എന്നിട്ട് മൂപ്പരാൾക്ക് അത് കിട്ടാൻ വേണ്ടിട്ട്, സന്തോഷം കിട്ടാൻ വേണ്ടി ഞാൻ പുറത്ത് കൊണ്ടുപോകും. പുറത്ത് മൊത്തം കൊണ്ടുപോയിട്ട് കറക്കിയിട്ടാ കൊണ്ടുവരാ. ശരിക്കും ഒരാള് മലപ്പുറം, ഒരാള് എറണാകുളമാണ് അല്ലേ? അപ്പൊ ശരിക്കും രണ്ടും കുറച്ച് ദൂരെയുള്ള സ്ഥലങ്ങളിലാണ് രണ്ടുപേരും നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒറ്റയ്ക്ക് പോകുമ്പോ ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവുമോ എപ്പോഴെങ്കിലും? നിങ്ങൾ തന്നെയാണോ നിങ്ങൾ തന്നെയാണോ? അത് ഞാൻ പോകുമ്പോഴേ എന്നോട് ഇന്ന മൊട്ടക്കാക്കാന്ന് വിളിച്ചിട്ടുണ്ട്. ഇവൻ എപ്പോഴും എന്നെ മൊട്ടക്കാക്കാന്നല്ല വിളിക്കുന്നത്, ആ പേര്. അപ്പൊ അവര് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയുള്ള, അതായത് ഓർക്ക് മനസ്സിലായിക്കണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഒരു ദിവസം ബൈക്കിൽ ഞാനെന്റെ പെങ്ങളെ ഏക്കറും കൂടി പോകുമ്പോ ഒരാളിങ്ങനെ മുഖത്ത് കൂടി നോക്കണില്ല, നടന്നു പോവാണ്, ആയി മൊട്ടക്കാക്കാന്ന് വിളിച്ചു. പിന്നെ പെങ്ങളെയൊക്കെ ഭയങ്കര ചിരിയിരുന്നു. അപ്പൊ സംഭവം എന്താ, നമ്മളെ അറിയണ്ടല്ലോ അങ്ങനെയെങ്കിലും. അതെ, അതന്നെ വലിയ സന്തോഷം. പെട്ടെന്ന് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കൂലേ? ശരിക്കും പെട്ടെന്ന് ഒരു സഡൻ ആയിട്ട് ലൈവ് കണ്ടന്റ് ഉണ്ടാക്കണം, ഇവിടെ ചെയ്യണം ഉണ്ടോ? ഇപ്പൊ ചെയ്യണോ? അതായത് 2025 മൊബൈലും ആണ് അങ്ങനെ പിടിച്ചാൻ. അതെ, അത് ഒരാളെങ്കിലും ഇങ്ങനെ അല്ലെങ്കിൽ ഒരാളുടെ മോങ്ങനെ 2025 കഴിയാൻ പോകുന്നത്. 2026 വരാൻ പോകുന്നു. ഒരുപാട് പ്രശ്നങ്ങളും ടെൻഷനുകളും ഉള്ള ആളുകളുണ്ടാവും. ആരും പേടിക്കേണ്ട, ഈ കാലവും കഴിഞ്ഞു പോകും. ഈ സമയവും കഴിഞ്ഞു പോകും. അങ്ങനെയാ പൊട്ടാ പറയണ്ടേ? നിനക്ക് അങ്ങനെ ഉണ്ടല്ലേ? ഈ കാലവും ഈ സമയവും കഴിഞ്ഞു പോകും. ഇതിനെക്കാട്ടി മൂഞ്ച സമയം കടന്നു വരും. കറക്റ്റാണ്. താങ്ക് യു. നല്ലൊരു ഇതാണ് അത്. ഇത് നോക്കണം നിങ്ങള്. അത് ഏതോ ഒരു കാർട്ടൂണിലുണ്ടായിരുന്നു കൊറേ മുമ്പ്. അതേ ഒരു ഇതില് പറയുന്ന കാർട്ടൂൺ മായക്കടനാന്ന് തോന്നുന്നു. ഏതോ പിന്നെ കോപ്പി അടിച്ചാ താങ്ക് യു അങ്ങനെ പറയുന്ന ഏതോ ഒരു സംഭവം നമുക്ക് വരൂലല്ലോ. പക്ഷെ അങ്ങനെ പറയുമ്പോഴാണ് അതിന്റെ ഒരു പഞ്ച് അതെ. TV ഷോക്കൊക്കെ ഞങ്ങളെ വിളിക്കാറുണ്ടോ ആരേലും ഒക്കെ? എത്ര പോലും ചോദിച്ചു നിങ്ങളെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണോ ഇതെന്ന് ഞാൻ വന്നപ്പോ ചോദിക്കണ്ടായി. അപ്പൊ എന്നോട് പറഞ്ഞല്ല ഏഷ്യാനെറ്റ് ഉള്ളാണേ. പറയുന്ന സത്യമാണോ പോലും സത്യം അത് മാത്രമേ ഉണ്ടായുള്ളൂ, ബാക്കിയൊക്കെ തള്ളിയതാ. ഏഷ്യാനെറ്റ്, സൂര്യ, പിന്നെ ചോദിക്കാം ഫ്ലവേഴ്സിൽ ഏതോന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ഫ്ലവേഴ്സിൽ കോമഡി നൈറ്റ് ആണോ അതൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നിങ്ങൾ പോയിക്കുന്നു. അതിലൊക്കെ ഞാൻ പോയിക്കുന്നത് സാറ്റലൈറ്റ് അല്ലേ, ഓൺലൈൻ ഇതിലൊക്കെ പോയത് സ്വപ്നത്തിലാണ്. അതുകൊണ്ട് ഓൺലൈനാണോ സാറ്റലൈറ്റ് ആണോ റിയൽ ഏതാ തള്ളേതാ ഞങ്ങൾക്കും പിന്നെ പിടിയില്ല. ഞങ്ങളും കുറെ തള്ള. നമ്മൾ പറയണൊക്കെ ആൾക്കാരെ ചിരിപ്പിക്കാത്രേ ഉള്ളൂ. ഒരു നിമിഷമെങ്കിലും ഒരാളെ ചിരിപ്പിക്കാൻ പറ്റിയ വലിയ സന്തോഷം. നമ്മളിപ്പോ എപ്പോഴും കരയിപ്പിച്ചിട്ടുണ്ടോ? കരയിപ്പിച്ചിട്ടൊന്നുമില്ല. ഇല്ലല്ലേ? അതിനുള്ളൊരു മനസ്സില്ലാന്ന് തോന്നുന്നു. നമ്മളെല്ലാരെയും സന്തോഷിപ്പിക്കുക, ഉള്ള സമയം സന്തോഷിപ്പിക്കുക. എന്തിനാ കരയിപ്പിച്ചിട്ട്? ലൈഫിൽ ഒരു സമാധാനം ഇല്ല. നമ്മൾ കരയണ്ടെന്നാലും വേറെ ആരും കരയണ്ട. ശരിക്കും ഒരുപാട് ചിരിക്കുന്ന ആളുകളും ഭയങ്കര സങ്കടമുള്ളവരാന്ന് പൊതുവെ പറയാറുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ശരിക്കും?
ഇല്ലായികയല്ല, സങ്കടം വന്നതിന് ആരും കരഞ്ഞുപോലെ. അപ്പൊ സങ്കടങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല, ആർക്കും ഉണ്ടാവും സങ്കടങ്ങൾ. എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാല്, എത്ര സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാല് അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ സങ്കടം വന്നാൽ എന്ത് ചെയ്യാ? സങ്കടം വന്നാൽ എന്ത് ചെയ്യും? റൂം പൂട്ടിയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് പൊട്ടിക്കറിയാം, അത്ര തന്നെ. വേറൊരു മറുപടി അതിനില്ല.